ക്യൂർ മനുഷ്യനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിട്ടേ നിൽക്കുന്നില്ല. ഇപ്പോൾ ക്യൂർ ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ, പാരൻസ്, അതായത് ഫാമിലി പോലെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, NGOs, ഇതിനൊക്കെ ക്രിമിനലൈസ് ചെയ്യാനും ഇവരൊക്കെ കുറ്റവാളികളായിട്ട് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുകൾ ഈ ബില്ലിനകത്തുണ്ട്. അതും അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ട്രാൻസ് വ്യക്തിനെ നിങ്ങൾ റേപ്പ് ചെയ്താലോ ഫിസിക്കലി അബ്യൂസ് ചെയ്താലോ ഏറ്റവും ചുരുങ്ങിയത് 6 മാസവും 2 വർഷമൊക്കെയാണ് തടവ് കൊടുത്തിട്ടുള്ളത്. അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തിനെ നിങ്ങൾ ട്രാൻസ് ആക്കാൻ വേണ്ടി സഹായിച്ചു, ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെയുള്ള കുറ്റത്തിന് ജീവപര്യന്തമാണ് ശിക്ഷ. ഇത് കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. അപ്പം ഇത് എവിടെയൊക്കെ നമ്മൾ പ്രയോഗിക്കും? ഇപ്പൊ നമ്മൾ ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യരെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടാത്ത മനുഷ്യരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന മനുഷ്യരാണ്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന വയലൻസ് നേരിട്ട് ഇറങ്ങിപ്പോരുന്ന മനുഷ്യർ പോകുന്നത് CBOസിന്റെ അടുത്തേക്കും NGOസിന്റെ അടുത്തേക്കും ഒക്കെയാണ്. അപ്പൊ ഈ സപ്പോർട്ട് സിസ്റ്റം, ഈ കളക്റ്റീവിനെതിരെ വീട്ടുകാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ മൊത്തം ക്രിമിനലൈസ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുണ്ട്. അതും ജീവപര്യന്തം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുള്ള കിൻഷിപ്പ് പാറ്റേൺസിന് അപ്പാടെ നമ്മുടെ സംഘാടനങ്ങളെ അപ്പാടെ എന്ത് ചെയ്യുന്നത്, ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു നീക്കായിട്ടാണ് അത് മാറുന്നത്. അപ്പം അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മോഹൻ ഗോപാലിനെ പോലെയുള്ള വളരെ പ്രശസ്തരായുള്ള അഡ്വക്കേറ്റ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മുടെ കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള നമ്മുടെ ഒരു ശേഷിനെ, നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിനൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ചില ആൾക്കാർ സേഫാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുള്ള ഇപ്പോൾ ഇന്റർസെക്സ് മനുഷ്യരെ അംഗീകരിക്കുന്നുണ്ട്, ട്രാൻസ് ആയിട്ട് ഹിജ്റ, കിന്നറ, ജോഗപ്പ, അങ്ങനത്തെ കൾച്ചറൽ ഐഡന്റിറ്റീസിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവരാരും സേഫ് അല്ല. എല്ലാ ക്വയർ മനുഷ്യരും ഇതിനകത്ത് ക്രിമിനൽസ് തന്നെയാണ്.